ദൈവമഹത്വം മണ്ണിലിറങ്ങിയ പുണ്യദിനം. അടി കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും ഒപ്പം ഓർമ്മപ്പെടുത്തലിന്റെയും അനുഭവങ്ങളിലൂടെ നമ്മെ നയിച്ചുകൊണ്ട് സകല ജനപദത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി ഒരു ക്രിസ്മസ് കൂടി കടന്നു വരികയായി. ചരിത്രത്തെ മുറിപ്പെടുത്തുവാൻ ദൈവത്തെ മുറിപ്പെടുത്തുവാൻ ചരിത്രത്തിനും കഴിയുമെന്ന വലിയ സത്യം ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്മസ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മാംസമെടുത്ത് അവതരിച്ച ദൈവം ഒരുപിടി സന്ദേശങ്ങൾ നമുക്കായി നൽകുന്നുണ്ട്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല എന്ന തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇരുളും പ്രകാശവും ഉണ്ട്. എത്രമാത്രം മനുഷ്യരാശി അധംപതിച്ചാലും ദൈവം പ്രകാശം പരത്തുവാൻ ചരിത്രത്തിൽ കടന്നു വരുമെന്ന് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന സമർപ്പണ വാക്യം പറയുവാൻ മനുഷ്യരുള്ള കാലത്തോളം ദൈവത്തിന്റെ മനുഷ്യാവതാരം ചരിത്രത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കും. അരൂപിയായ ദൈവം രൂപമെടുത്ത് പുൽത്തൊഴുത്തിൽ അവതരിച്ചത് മനുഷ്യരെ സ്പർശിക്കാനാവുന്ന ദൈവമാകുവാനാണ്. വിദൂരത്തിലെ ദൈവം മനുഷ്യരാൽ ചരിത്രത്താൽ സ്പർശിക്കപ്പെടുമെന്ന് മുറിവേൽപ്പിക്കപ്പെടുമെന്നും മനുഷ്യാവതാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരാൽ അവൻ മുറിവേൽപ്പിക്കപ്പെടുമ്പോഴും മാനവ ചരിത്രത്തിലേക്കും മനുഷ്യ ഹൃദയത്തിലേക്കും അവൻ മുറിച്ചു കയറും. നമ്മുടെ കുടുംബത്തിലും ഹൃദയത്തിലും സമൂഹത്തിലും യേശുവിനെ വരവേൽക്കാനായി നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കി നമുക്ക് കാത്തിരിക്കാം. അവരന് വെളിച്ചമേകാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവിന് മുൻപിൽ ഹൃദയവിശുദ്ധിയോടെ മാലാഖമാരുടെ സംഗീതത്തോടെ ചേർന്ന് നമുക്ക് പാടാം, ആശംസിക്കാം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.